السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഉർവത്തുൽ വുസ്ഖ എന്ന പ്രോഗ്രാമിലെ 13ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ കേട്ട ആയത്ത് സൂറത്തുൽ അംബിയായിലെ 25ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഞാനല്ലാതെ യാതൊരു ഇലാഹുമില്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ നിനക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല. ഈ ആയത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ റുബൂബിയത്തിൽ അഥവാ സൃഷ്ടികർത്തൃത്വത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് സ്ഥാപിക്കാനായിരുന്നില്ല സർവ്വ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത്. മറിച്ച് പ്രധാനമായും പ്രവാചകന്മാരുടെ ദഅവത്ത് ഇപ്രകാരമായിരുന്നു: ആരാധനക്കർഹൻ ഏകനായ അള്ളാഹു മാത്രമാണെന്നും അതിൽ അവന് യാതൊരു പങ്കുകാരുമില്ല എന്ന് സ്ഥാപിക്കാനായിരുന്നു. കാരണം അധികം ആളുകളും റുബൂബിയത്തിനെ നിഷേധിക്കുന്നവരായിരുന്നില്ല. ചില ആളുകൾ അത് നിഷേധിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ മനസ്സുകൊണ്ടവർക്ക് അതിനെ അംഗീകരിക്കാതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല. അവരുടെ നിഷേധം അഹങ്കാരമല്ലാതെ മറ്റൊന്നുമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് അവനിൽ വിനയപ്പെട്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.